ഡിയസ് റേ എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതെങ്ങനെ പറഞ്ഞു വരണമെന്ന് എനിക്കറിയില്ല. എന്താണ് പറയൂ. സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ തുടക്കത്തിൽ മധുസൂദനൻ പോറ്റി എന്ന ഈ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ഒരു ടീ ഗ്ലാസ് തറയിൽ വീണുടയുന്നതായും അയാൾ അതിലേക്ക് നോക്കി നിൽക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഭയങ്കരമായ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഒരു കഥാപാത്രമായാണ് മധുവിനെ കാണിച്ചിരിക്കുന്നത്. ഈ സീനിൽ പ്രണവിന്റെ കഥാപാത്രം തന്നെ കനിയുടെ ആത്മാവ് ശല്യം ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോഴും അപകടം മുൻകൂട്ടി കാണാനുള്ള പോറ്റിയുടെ കഴിവ് അയാളുടെ എക്സ്പ്രഷൻസിലൂടെ കാണിക്കുന്നുണ്ട്. ബ്രഹ്മയുഗത്തിലെ കൊടുമൻ പോറ്റിയെ പോലുള്ള ഒരു മനുഷ്യന്റെ അതേ വംശത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ മധുസൂദനൻ പോറ്റി. ഈ ഷോട്ടിൽ മധുസൂദനൻ പോറ്റിയുടെ അമ്മ ഇരിക്കുന്ന കസേര ബ്രഹ്മയുഗത്തിലെ കൊടുമൻ പോറ്റി ഇരിക്കുന്ന അതേ കസേരയാണ്. അതേപോലെ കൊടുമൻ പോറ്റി ഉപയോഗിച്ചിരിക്കുന്ന ഊന്നുവടിയും മധുവിന്റെ വീട്ടിൽ കാണാം. സിനിമയുടെ അവസാനം ഭൂതകാലം സിനിമയിലെ സൈജു കുറുപ്പിന്റെ കഥാപാത്രത്തെ കൂടി കാണിച്ച് തന്റെ 3 സിനിമകളായ ഭൂതകാലം, ബ്രഹ്മയുഗം, ഡിയസ് റേ എന്നീ സിനിമകളെ ഒരു യൂണിവേഴ്സ് പോലെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഡയറക്ടർ രാഹുൽ സദാശിവൻ. തുടക്കത്തിലുള്ള ഈ ഷോട്ടിൽ മധുസൂദനൻ പോറ്റിയുടെ പിറകിൽ ദൂരെയായി ഒരു പള്ളിയും പള്ളിമണി അടിക്കുന്ന ശബ്ദവും കേൾക്കാം. സിനിമയിലെ അജ്ഞാതനായ ആ ഗോസ്റ്റ് ഒരു ക്രിസ്ത്യനാണ് എന്നൊരു ഹിന്റ് പോലെ ഫോർഷാഡോയിങ് ചെയ്തതായിരിക്കാം ഈ ഷോട്ടിലൂടെ. പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രമായ റോഹൻ ശൂന്യമായി തോന്നുന്ന ജീവിതം നയിക്കുന്ന ഒരു പ്ലേ ബോയ് ആണ്. ചുറ്റുമുള്ളവരെ കെയർ ചെയ്യാത്ത ഒരു റിച്ച് ഫാമിലിയിലെ ആൺസന്തതിയായിട്ടാണ് റോഹനെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും മുകളിലാണ് താൻ എന്നാണ് റോഹൻ കരുതുന്നത്. റോഹന്റെ മുറിയിലേക്ക് അയാൾക്ക് വേണ്ടുന്ന സ്ത്രീകളെ അല്ലാതെ മറ്റാരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. റോഹന്റെ ഇൻട്രോ സീനിൽ അയാൾ തന്റെ വീടിന്റെ ഉള്ളിലെ പടികൾ ഇറങ്ങി മുൻവാതിൽ തുറക്കുന്നതായി കാണാം. എന്നാൽ ഒരു ഘട്ടത്തിനു ശേഷം, അതായത് പ്രേതം അയാളെ നേരിടാൻ തുടങ്ങിയ ശേഷം, റോഹൻ ആ പടികൾ കയറാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ ആത്മാവ് ഒടുവിൽ അയാളുടെ മുകളിൽ ഒന്നാണ്, അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് എന്ന് റോഹൻ തിരിച്ചറിയുന്നുണ്ട്. എല്ലാവരെക്കാളും വലുത് താനാണ് എന്ന റോഹന്റെ ധാരണ ഇല്ലാതായതായി കാണിക്കാനാണ് സ്റ്റെയർകേസ് സീൻ കാണിച്ചിരിക്കുന്നത്. റോഹന്റെ സുഹൃത്ത് കനി സൂയിസൈഡ് ചെയ്ത കാര്യം പറയുമ്പോൾ ഏത് കനി എന്ന് റോഹൻ ചോദിക്കുന്നുണ്ട്. എടാ നമ്മുടെ കനിയില്ലേ? ഏത് കനി? എടാ നമ്മുടെ ക്ലാസ്മേറ്റ് കനി. വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നിട്ടും കനിയെപ്പോലും കെയർ ചെയ്യാത്ത ഒരു ക്യാരക്ടറായിരുന്നു റോഹൻ. കൂട്ടുകാരൻ നമുക്ക് മരണ വീട് വരെ പോവണ്ടേ എന്ന് ചോദിക്കുന്നത് കൊണ്ട് മാത്രമാണ് റോഹൻ ഒരു കമ്പനിക്കായി കൂടെ ആ മരണ വീട്ടിലേക്ക് പോകുന്നത്. കനിയുടെ വീട്ടിൽ ചെന്ന ശേഷം കൂട്ടുകാരൻ ഷൂസ് അയച്ച് വീട്ടിൽ കയറുമ്പോൾ ഷൂസ് അയക്കാതെയാണ് റോഹൻ ആ വീട്ടിലേക്ക് കയറുന്നത്. എന്നാൽ പിന്നീട് ആത്മാക്കളുടെ ശല്യം ഉണ്ടായ ശേഷം കനിയുടെ വീട്ടിൽ വരുമ്പോൾ ഷൂസ് അയച്ച ശേഷമാണ് വീട്ടിലേക്ക് കയറുന്നത്. താൻ ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധം തോന്നി തുടങ്ങിയതുകൊണ്ടും ആത്മാക്കളോടുള്ള പേടി കൊണ്ടുമാണ് റോഹന് ഈ മാറ്റമുണ്ടായത്. അതേപോലെ വാച്ചൊക്കെ ധരിച്ചാണ് മരണ വീട്ടിൽ റോഹൻ ആദ്യം ചെല്ലുന്നത്. പിന്നീട് ആത്മാക്കളുടെ ശല്യം ഉണ്ടായ ശേഷം 16 അടിയന്തരത്തിന് പോകുമ്പോഴും കനിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴും ഒക്കെ വാച്ച് ധരിക്കാതെയാണ് പോകുന്നത്. പിന്നീട് ഒരു സീനിൽ പോലും റോഹൻ വാച്ച് ഉപയോഗിച്ചിരുന്നില്ല. അവസാനം ക്ലൈമാക്സിന് ശേഷം പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച ശേഷം പോറ്റിയെ കാണാൻ വരുമ്പോഴാണ് വീണ്ടും വാച്ചിടുന്നത്. നല്ല സമയം തിരിച്ചു വന്നു എന്ന പോലെ. റോഹൻ കനിയുടെ റൂമിൽ നിന്ന് ഹെയർ ക്ലിപ്പ് എടുത്ത ശേഷമാണ് കനിയുടെ ആത്മാവ് റോഹന്റെ വീട്ടിലേക്ക് വരുന്നത്. കനിയുടെ ആത്മാവിന്റെ പിറകെ ഫിലിപ്പിന്റെ ആത്മാവും റോഹന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ റോഹന്റെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നത് കനിയുടെ ആത്മാവാണ്. ഈ സീനിൽ കനിയുടെ ആത്മാവ് റോഹന്റെ മുടി തലോടുമ്പോൾ റോഹൻ ഞെട്ടി എണീക്കുന്നുണ്ട്. അപ്പോൾ റൂമിന്റെ പുറത്തുള്ള സോഫയിൽ ഫിലിപ്പിന്റെ ആത്മാവ് ഇരിക്കുന്നതായി കാണാം. ഇതിനുശേഷമുള്ള സീനിലാണ് ഫിലിപ്പിന്റെ ആത്മാവ് റോഹനെ ആക്രമിക്കുന്നത്. അതും ആ ബെഡ്റൂമിന് പുറത്തു വെച്ച് മാത്രം. റോഹനെ ആക്രമിച്ച ശേഷം റോഹൻ തറയിൽ കിടക്കുമ്പോൾ കനിയുടെ ആത്മാവ് വീണ്ടും റോഹന്റെ മുടിയിൽ തലോടുന്നതായി കാണിക്കുന്നുണ്ട്. കനിയുടെ ആത്മാവ് വരുമ്പോൾ ഹെയർ ക്ലിപ്പിന്റെ സൗണ്ടും ഫിലിപ്പിന്റെ ആത്മാവ് വരുമ്പോൾ ചിലങ്കയുടെ ശബ്ദവും കേൾക്കാം. 2 ആത്മാക്കളും ആ വീട്ടിൽ ഉണ്ടായിരുന്നിട്ട് കനിയുടെ ആത്മാവ് എന്തുകൊണ്ട് റോഹനെ രക്ഷിച്ചില്ല എന്ന് നോക്കുകയാണെങ്കിൽ ഫിലിപ്പിന്റെ ആത്മാവിനെ വളരെ ശക്തിയുള്ള ഒരു സ്പിരിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. കനി ഇഷ്ടം കൊണ്ട് മാത്രമാണ് റോഹന്റെ മുടിയിൽ തലോടുന്നത്. ഫിലിപ്പ് റോഹനെ ആക്രമിക്കാൻ കാരണം ജീവിച്ചിരുന്നപ്പോഴും കനിയെ ഒരുപാട് അവോയ്ഡ് ചെയ്ത ആളാണ് റോഹൻ. മരിച്ച ശേഷവും കനിയുടെ ആത്മാവ് റോഹനോട് കാണിക്കുന്ന സ്നേഹം ഫിലിപ്പിനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. എന്നാൽ റോഹനേക്കാൾ ഫിലിപ്പിന്റെ ആത്മാവ് ക്രൂരമായി ആക്രമിക്കുന്നത് കനിയുടെ സഹോദരൻ കിരണിനെ. മുകളിലത്തെ നിലയിൽ നിന്ന് വലിച്ച് താഴെ ഇടുകയും 2 കാല് ഒടിക്കുകയും പല്ലുൾപ്പെടെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ക്രൂരമായി കിരണിനെ ഫിലിപ്പ് ആക്രമിക്കാൻ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, കനിയെ ഒരുപാട് വേദനിപ്പിച്ച ഒരാളുമായി കിരൺ മദ്യപിക്കുകയും അയാളുമായി നല്ല സമയം ആസ്വദിക്കുന്നതും കണ്ടപ്പോൾ ഫിലിപ്പിന്റെ ആത്മാവിന് കിരണിനോട് വെറുപ്പ് തോന്നി. അതിലുപരി ഫിലിപ്പിന് കിരണിനോട് മറ്റൊരു കാര്യത്തിലും ദേഷ്യമുണ്ടായിരുന്നു. കനിയെ മനുവിന്, അതായത് ഫിലിപ്പിന് കല്യാണം കഴിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് എൽസമ്മ കനിയുടെ വീട്ടിൽ വന്നിരുന്നു. ആ സംഭാഷണത്തിനിടയിൽ മനുവിനെയും കുടുംബത്തിനെയും വളരെയധികം അവഗണിച്ചു വിട്ട ആളാണ് കിരൺ. ആ കല്യാണ ആലോചനയ്ക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് കാണിച്ചതുകൊണ്ട് കിരണിനോട് ഫിലിപ്പിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ സീൻ എഡിറ്റിംഗ് ടേബിളിൽ കട്ട് ചെയ്ത് കളയുണ്ടായി. അതുകൊണ്ടാണ് പല പ്രേക്ഷകർക്കും കിരണിനെ എന്തുകൊണ്ട് ആക്രമിച്ചു എന്നുള്ള ഡൗട്ട് വന്നത്. തന്നെയും അമ്മയും അപമാനിച്ചു വിട്ടതിന്റെ പ്രതികാരമായിട്ട് കൂടിയാണ് ഫിലിപ്പ് കിരണിനെ ഇത്ര ക്രൂരമായി ആക്രമിച്ചത്.
ഫിലിപ്പ് മരിക്കാൻ കാരണം അയാൾക്ക് ക്യാൻസർ ആയതുകൊണ്ടാണ്. ഫിലിപ്പിന്റെ മുറിയിൽ അയാൾക്ക് ലങ് ക്യാൻസർ ബാധിച്ചതിന്റെ നിരവധി റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. ക്യാൻസറിനുള്ള ചികിത്സ വളരെ ചെലവേറിയതുകൊണ്ടാണ് ഫിലിപ്പിന്റെ അമ്മയായ എൽസമ്മയെ പശുത്തൊഴുത്തിൽ വെച്ച് ഡയറക്ടർ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. എൽസമ്മയ്ക്ക് ഇപ്പോൾ ഒരു എരുമ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കുമ്പോൾ മധുസൂദനൻ പോയിട്ട് ചോദിക്കുന്നുണ്ട് കുറെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന്. അതിന് മറുപടിയായി എൽസമ്മ പറയുന്നുണ്ട് നോക്കാൻ ആള് വേണ്ടേ എന്ന്. അതുകൊണ്ട് ഉണ്ടായിരുന്ന പശുവിനെയൊക്കെ വിറ്റു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ വിൽക്കാനുള്ള കാരണം ഫിലിപ്പിന് ക്യാൻസറിന്റെ ചികിത്സയ്ക്കുള്ള പണത്തിന് വേണ്ടിയാണ്. സിനിമ കണ്ട പലർക്കും തോന്നിയ ഒരു സംശയമായിരിക്കും ഫിലിപ്പിന്റെ ഡെഡ് ബോഡിയുടെ സ്മെല്ല് എന്തുകൊണ്ട് അടുത്തുള്ള വീട്ടുകാർ അറിഞ്ഞില്ല എന്ന്. സിനിമയുടെ തുടക്കത്തിൽ ബേസ്ഡ് ഓൺ സം ട്രൂ ഇവന്റ്സ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഡെഡ് ബോഡിയോടൊപ്പം മാസങ്ങളോളം വീട്ടിൽ ജീവിച്ച ഇൻസിഡൻസ് 2015 കൊൽക്കത്തയിലും 2017 മലപ്പുറത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡൗട്ടിന് ഒരു പ്രസക്തിയുമില്ല. അതുമാത്രമല്ല ഫിലിപ്പിന്റെ ആ മുറിയുടെ തൊട്ടടുത്തായിട്ടാണ് ആ വീട്ടിലെ പശുത്തൊഴുത്ത്. പിന്നെ ആ വീടും ഒരു കാട് പോലെ തൊട്ടടുത്ത് വീടുകളില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഡെഡ് ബോഡിയുടെ ഇനിഷ്യൽ ഡീകമ്പോസിഷൻ നടക്കുമ്പോഴുള്ള സ്മെല്ല് ദൂരേക്ക് പോവാതിരിക്കാൻ എൽസമ്മ ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബോഡി ഫാറ്റ് വളരെ കുറവുള്ള വളരെ തിന്നായിട്ടുള്ള ഒരാൾ അയാൾക്ക് മരണത്തിന് മുമ്പ് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഡെഡ് ബോഡിക്ക് അധികം സ്മെല്ല് ഉണ്ടാവില്ല. സിനിമയിലെ ഫിലിപ്പും ക്യാൻസർ ബാധിതനായി വളരെ സ്ലിം ആയിട്ടുള്ള ഒരാളാണ്. മനു എന്ന ഫിലിപ്പ് കനിയോട് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒരു വ്യക്തിയുമായി പ്രണയത്തിലാണെങ്കിലും അവരോടത് പറയാനുള്ള ധൈര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. മനുവിന് അതേ അവസ്ഥയായിരുന്നു കനിയോട്. കൂടാതെ മനുവിന്റെ അമ്മ കനിയുടെ വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്യുന്നതിനാൽ ഒരു ക്ലാസ് വ്യത്യാസം അവരുടെ ഫാമിലികൾ തമ്മിലുണ്ട്. പക്ഷെ മരിച്ചതിന് ശേഷവും ഫിലിപ്പിന് കനിയെ വിടാൻ കഴിഞ്ഞില്ല. റോഹൻ ആ ഹെയർ ക്ലിപ്പ് എടുക്കാൻ കനിയുടെ റൂമിൽ പ്രവേശിക്കുമ്പോൾ അതേ റൂമിൽ മനുവിന്റെ ആത്മാവുമുണ്ട്. എന്തുകൊണ്ടാണ് ആ ഹെയർ ക്ലിപ്പ് റോഹൻ എടുത്തത് എന്ന് മനസ്സിലാക്കാനാണ് മനു റോഹനെ പിന്തുടരുന്നത്. കനി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ സിനിമയിൽ ഒരിടത്തും തരുന്നില്ല. എന്നാൽ റോഹൻ ഒഴിവാക്കിയതിന്റെ ഡിപ്രഷൻ കാരണമാണ് അവസാനം കനി ആത്മഹത്യ ചെയ്തത് എന്ന് ഡയറക്ടർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എങ്കിൽ പിന്നെ ഒഴിവാക്കി ഉടനെ ആത്മഹത്യ ചെയ്താൽ പോരായിരുന്നു എന്ന്. എന്തിന് 8 മാസം കഴിഞ്ഞ് സൂയിസൈഡ് ചെയ്യണം? അതിന്റെ കാരണം ഒരുപക്ഷെ കനി പ്രഗ്നന്റ് ആയിരുന്നു കാണും. അതുകൊണ്ടാണ് കല്യാണം കഴിക്കണം എന്നൊക്കെ റോഹനോട് പറഞ്ഞത്. മാത്രമല്ല ഈ സീനിൽ അമ്മയെ ഫോൺ ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ആയ സിസ്റ്ററിന്റെ കാര്യം അമ്മയോട് റോഹൻ സംസാരിക്കുന്നുണ്ട്. ആ കോൾ കട്ട് ചെയ്ത ശേഷം റോഹൻ കനിയുടെ ഫോട്ടോ എടുത്തു നോക്കുന്നതായും ഐ ആം സോറി എന്ന് പറയുന്നതായും കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ റോഹൻ ഒഴിവാക്കുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ റോഹന് കനി അയച്ചിരിക്കുന്നതായും ചില മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നതായും കാണാം. അതിനുശേഷം കുഞ്ഞിനെ അബോർഷൻ ചെയ്യേണ്ടി വന്നതിന്റെ വിഷമത്തിലായിരിക്കാം കനി സൂയിസൈഡ് ചെയ്തത്. കനിയുടെ അച്ഛന്റെ പെരുമാറ്റത്തിലും സംസാരത്തിൽ നിന്നും അയാൾക്ക് വലിയ വിഷമം ഇല്ലാത്തതുപോലെയാണ്. ഒരുപക്ഷെ ഇതായിരിക്കാം അതിനുള്ള കാരണം. മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടില്ലേ എന്ന് കനിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ കനിയുടെ അമ്മ പറയുന്നുണ്ട് ഇല്ല നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. കനിയുടെ ഡെഡ് ബോഡി കാണിക്കുമ്പോൾ കൈ നേരെ വെക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും പൊങ്ങി വരുന്നതായി കാണാം. ഇതിന് കാരണം റിഗർ മോർട്ടിസ് ആണ്. മരണശേഷം ശരീരം കട്ടിയാവുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവരുടെ മസിലുകൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും പേശികളെ റിലാക്സ് ചെയ്യിക്കുന്ന ATP തീർന്നു പോവുകയും ചെയ്യുമ്പോൾ മസിലുകൾ കാഠിന്യമുള്ളതും ലോക്ക് ആയതുപോലെ ആയി മാറുകയും ചെയ്യുന്നു. പൂർണ്ണമായും ഇങ്ങനെ ലോക്കാവാൻ 1-2 ദിവസം എടുക്കും. കനിയുടെ റൂമിലെ ഫോട്ടോസിൽ ഡാൻസിലെ ഒരു കൈയുടെ സിമ്പൽ ഫോട്ടോ ആയി വെച്ചിട്ടുണ്ട്. അലപത്മ എന്ന ഈ കൈമുദ്രയുടെ അർത്ഥം ഫുള്ളി ബ്ലൂംഡ് ലോട്ടസ് എന്നാണ്. അതേപോലെയാണ് കനിയുടെ കൈ മരണശേഷം ലോക്കാവുന്നത്. പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ റോഹനെ പിന്തുണച്ചാലും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്ത ആളാണ് റോഹൻ. അതുകൊണ്ട് തന്നെ റോഹനെ അത്ര എളുപ്പത്തിൽ കനിയുടെ ആത്മാവ് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എന്നാൽ സിനിമയുടെ അവസാനം ഹെയർ ക്ലിപ്പിലൂടെയും ആ രൂപത്തിലൂടെയും കാണിക്കുന്നത് റോഹൻ കനിയാൽ തുടർന്നും വേട്ടയാടപ്പെടും എന്ന് തന്നെയാണ്. എൽസമ്മ പറയുന്നത് പോലെ മരണം ഒരു തുടക്കം മാത്രമാണ്. കനി ജീവിതകാലം മുഴുവൻ റോഹനോടൊപ്പം ഉണ്ടാവും. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.